ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടൈനി ഹാപ്പിനെസ് ബൈ ഗോപിക. ഇന്നത്തെ എൻ്റെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഷിഫ്റ്റിംഗ് വ്ളോഗാണ്, ഒരു ഹൗസ് ഷിഫ്റ്റിംഗ് വ്ളോഗാണ്. ഇപ്പം ഞാൻ കറൻ്റ്ലി ജർമ്മനിയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സബ്ലെറ്റ് റൂമിൻ്റെ അകത്താണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ജസ്റ്റ് ഈ സബ്ലെറ്റ് റൂമും ഒന്ന് കാണിച്ചു തരാം. അതുപോലെ ഞാൻ ഇന്ന് എൻ്റെ പുതിയൊരു കോൺട്രാക്റ്റിൽ എടുത്തിരിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുവാണ്. ഈ കോൺട്രാക്ട് റൂം ആക്ച്വലി വേറൊരാളുടെ പേരിലാണ്. ആളുടെ പേരിലുള്ള കോൺട്രാക്ട് അപ്പാർട്ട്മെൻറ്റിലാണ് ഞാനിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഞാൻ താമസിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ സിറ്റി രജിസ്ട്രേഷനും കാര്യങ്ങളും ഒന്നും കിട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ എൻ്റെ പേരിൽ പുതിയൊരു അപ്പാർട്ട്മെൻറ്റ് എടുത്തു. ഇവിടെ വന്നതിന് ശേഷം ആ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഇന്ന് ഞാൻ സാധനങ്ങളൊക്കെ ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുവാണ്. അപ്പോൾ എൻ്റെ ഷിഫ്റ്റിംഗ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. എൻ്റെ പുതിയ അപ്പാർട്ട്മെൻറ്റും ഒന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വ്ളോഗ് എടുക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ ഈ സബ്ലെറ്റ് റൂം എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഫ്രണ്ട് ഡോറ്. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ വരുമ്പോൾ ഞാൻ എൻ്റെ 2 സ്യൂട്ട് കേസ് ഓൾറെഡി പാക്ക് ചെയ്ത് ലിഫ്റ്റിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഗൈസ്. ഇവിടെ ജസ്റ്റ് ഒരു ഫ്രിഡ്ജ് പോലത്തെ ഒരു സംഭവമുണ്ട്. പിന്നെ ഇവിടെ ഹീറ്ററുണ്ട്. ഇതാണ് എൻ്റെ ബെഡ്. പിന്നെ ഇവിടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു മുകളിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലൊരു വിൻഡോ ഉണ്ട്. പിന്നെ ഇവിടെ ജസ്റ്റ് ഒരു ടേബിളുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് മൈ റൂം. ഇതാണ് എൻ്റെ റൂം. സോ ഇവിടെ നിന്ന് ഞാനിപ്പോൾ എൻ്റെ പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒരുവിധം സെറ്റായിട്ടിരിക്കുവാണ്. അപ്പോൾ എനിക്ക് 11:30ക്കാണ് ഇവിടെ നിന്ന് പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാം. ബൈ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ റെഡിയായി. അപ്പോൾ ഞാനിനി എൻ്റെ പുതിയ അപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് അവിടെ നിന്ന് കെയർ ടേക്കറിൽ നിന്ന് കീ കളക്ട് ചെയ്തിട്ട് വരാം. ഞാൻ വീണ്ടും തിരിച്ചിങ്ങോട്ട് വരാം. ലഗേജ് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് കാറിലാണ്. എൻ്റെ ഹൗസ് ഓണർ എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാറിലാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഇപ്പം ഞാൻ പോകുന്നത് അവിടെ നിന്ന് എൻ്റെ കീ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് എത്ര സമയം എടുക്കും അവിടെ നിന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ലഗേജസ് ഒക്കെ ആയിട്ട് അവിടെ പോയി വെയിറ്റ് ചെയ്യൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത് ഇന്നിപ്പോൾ ഇവിടെ അത്യാവശ്യം മഴയുള്ളൊരു ദിവസമാണ്. അപ്പോൾ ജർമ്മനിയിൽ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിപ്പിൽ ക്ലൈമറ്റ് മാറും. പെട്ടെന്നാണ് ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നത്. ഭയങ്കര തണുപ്പ് വരുന്നതും മഴ വരുന്നതും കാറ്റ് വരുന്നതും ഒക്കെ പെട്ടെന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ലഗേജും കൊണ്ട് അപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിൽ പോയി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് കീ കളക്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരും. ഇവിടെ നിന്നൊരു 10 മിനിറ്റ്സ് ബസ്സിന് പോകാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം ഞാൻ എന്തായാലും അവിടെ പോയി കീ കളക്ട് ചെയ്യാൻ പോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് അത്യാവശ്യം മഴയുള്ളൊരു ദിവസമാണ്. അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പിലും അത്യാവശ്യം തിരക്ക് കാണാം. ഞാൻ എൻ്റെ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് എനിക്ക് പോകാനുള്ള ബസ്സിൻ്റെ നമ്പർ കണ്ടുവച്ചു. ബസ് നമ്പർ 4 ആണ്. സോ അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കാത്തിരുന്ന് എൻ്റെ ബസ് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാ വരുന്നു ബസ് നമ്പർ 4. മഴയായതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബസ് സ്റ്റോപ്പിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ എൻ്റെ കയ്യിലൊരു വലിയ ബാഗും കുടയും ഫോണും ജാക്കറ്റും എല്ലാം കൂടി പിടിച്ച് എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും സംഭവം ഞാനത് എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് ബസ്സിൽ കയറി വീഡിയോയും എടുത്തുകൊണ്ട് കയറുവാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു സ്റ്റുഡൻസിന് ഇവിടെ ബസ്സിലും ട്രെയിനിലും ഒക്കെ ട്രാവൽ ചെയ്യാനായിട്ട് സെമസ്റ്റർ ടിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പൈസ കൊടുക്കണ്ട എന്നുള്ളത്. പക്ഷേ എനിക്ക് എൻ്റെ സെമസ്റ്റർ ടിക്കറ്റ് ഇതുവരെ ആക്ടിവേറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഒക്ടോബർ 2-ാം തീയതി എനിക്കൊരു ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ട് കോളേജിൽ. അന്ന് അവിടെ പോകുമ്പോൾ അത് റെഡിയാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പകുതി കാര്യങ്ങൾ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടാണ് ട്രാവൽ ചെയ്തത്. 3 യൂറോ ഞാൻ കൊടുത്തു ബസ്സിലിപ്പോൾ ട്രാവൽ ചെയ്യാനായിട്ട്. ഓക്കെ ഗൈസ്, ഫൈനലി എൻ്റെ സ്റ്റോപ്പ് എത്തി. മേഴ്സൺവെഗ് 4 എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ സ്റ്റോപ്പ് ഉള്ളത്. എൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഇപ്പം ഞാൻ പുതിയതെടുത്തിരിക്കുന്നത് എൻ്റെ കോളേജിന് തൊട്ടടുത്തായിട്ടാണ് കേട്ടോ. ഞാനിപ്പോഴും എനിക്ക് എൻ്റെ അപ്പാർട്ട്മെൻറ്റ് കറക്റ്റ് സ്ഥലം അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കി തന്നെയാണ് ഇന്നും ഇവിടെ വന്നിരിക്കുന്നത്. സോ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ ഇവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് നടക്കാനാണ് കാണിക്കുന്നത്. നമുക്ക് എന്തായാലും ആ വഴിക്ക് പോയി നോക്കാം.
ഓക്കെ ഗൈസ്, ഫൈനലി ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് എത്തിയെന്നാണ് ഗൂഗിൾ മാപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ഇത്തിരിയും കൂടെ ഫ്രണ്ടിലോട്ട് നടന്നിട്ട് ലെഫ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട്. നമുക്കത് ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഏറ്റവും താഴത്തെ നിലയിലുള്ള അപ്പാർട്ട്മെൻറ്റാണ് എൻ്റെ. ഇവിടെ ഫുള്ള് സെയിം പോലത്തെ ഫ്ലാറ്റുകളാണ് കേട്ടോ. നേരെ പോയിട്ട് ഈ കാണുന്ന നിലയിലെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ അപ്പാർട്ട്മെൻറ്റാണ് എൻ്റെ. ഓക്കെ, നമുക്കപ്പോൾ അവിടം വരെ ഒന്ന് പോയി നോക്കാം. ഞാനിവിടെ എത്തി. ഇനി എൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് ഹൗസ് മാസ്റ്ററിനെ കണ്ടുപിടിക്കലാണ്. ഹൗസ് മാസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ കെയർ ടേക്കർ പോലുള്ള ഒരാളാണ്. അങ്ങനെ ഞാൻ ഇവിടെ കണ്ട ഒരാളോട് ചോദിച്ച് ഹൗസ് മാസ്റ്ററിനെയും കണ്ടുപിടിച്ചു. ആളെന്നെ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. ഇനി അവിടെ പോയി കീ കളക്ട് ചെയ്തതിന് ശേഷം കാണാം. അങ്ങനെ എനിക്ക് എൻ്റെ കോൺട്രാക്ട് അപ്പാർട്ട്മെൻറ്റിൻ്റെ കീ കിട്ടി. ഞാനിനിയിപ്പോൾ അത് തുറക്കാൻ പോവുകയാണ്. എൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈമാണ് ഞാനിപ്പോൾ എൻ്റെ അപ്പാർട്ട്മെൻറ്റ് കാണാൻ പോകുന്നത്. ഞാനിവിടെ ഒറ്റയ്ക്കല്ല ഗൈസ് താമസിക്കുന്നത്. ഈ അപ്പാർട്ട്മെൻറ്റിൽ 2 റൂംസാണുള്ളത്. എൻ്റെ കൂടെ ഒരു ഇറാനി പെൺകുട്ടിയും കൂടെ താമസിക്കുന്നുണ്ട്. സോ അപ്പോൾ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഇതുവരെയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ബൈ.